ഇന്നിപ്പോൾ രാവിലെ തന്നെ മോനും പോയതിന് ശേഷം അടുക്കളയിൽ കയറി. ഇന്നിപ്പോൾ അടുക്കള 2 അടുക്കളയിൽ നമുക്ക് പറക്കി ഒതുക്കുന്ന പണി കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ അങ്ങനെ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. നമ്മളെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ കമൻറ്റ് ഇടാനും മറക്കല്ലേ. പിന്നെ ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറക്കി ഒതുക്കി തൂത്ത് വാരി ക്ലീൻ ചെയ്യുന്നതൊക്കെ തന്നെ, എങ്കിലും ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം വരുമ്പോഴത്തേക്ക് എനിക്കെന്തോ മൊത്തത്തിലങ്ങ് പറക്കി ഇതുപോലെ വാരി പറക്കിയൊക്കെ ഇട്ടിട്ട് ഒന്നേന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴുകാനും വലയടിക്കാനൊക്കെ തോന്നും. വലയെടുപ്പ് മിക്കുള്ള ദിവസങ്ങളിലും വലയെടുപ്പാണ്. അങ്ങനെ അധികം വലയില്ല എങ്കിലും നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി തറയൊക്കെ തുടച്ച് പിന്നെ ടൈലിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, സ്ലാബിൻ്റെ മുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ വിചാരിക്കും എന്തായാലും വലയും കൂടെ അടിക്കാമെന്ന്. ഈ ഷീറ്റിലൊക്കെ ചെറിയ വലയും ചിലന്തിയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം വെക്കുന്നത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ മാസ്ക് വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുക്കള ഏതാണ്ടൊക്കെ ഒന്ന് വലയടിച്ച് ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഭിത്തിയൊക്കെ വൃത്തിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിത്തിയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചിലന്തിയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഈ ഒരു അടുക്കള മൊത്തത്തിൽ വലയടിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ട ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ ഇന്നലെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മുളകും മല്ലി ഉണക്കാന്നൊക്കെ പറഞ്ഞ് കഴുകണമല്ലോ, കഴുകി ഉണക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഉച്ചയ്ക്കായി വന്നപ്പോഴത്തേക്ക് ചെറിയൊരു നല്ല മഴക്കോളൊക്കെ വന്ന്. ഇന്നിവിടെ മഴ പെയ്തിട്ടില്ല, പക്ഷേ നല്ല കോളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മുളകും മല്ലി ഇനിയിപ്പോൾ കഴുകി ഇടാനായിട്ട് പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വെയിലുണ്ട് എങ്കിലും വന്നും പോയി നിൽക്കുന്നതിനെ കൊണ്ട് വിശ്വസിച്ച് നമുക്ക് ഇടാനും പറ്റത്തില്ല. നാളെ എന്തായാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കഴുകി വെയിലത്ത് ഇടണം. വെയിലുണ്ടെങ്കിൽ ഇട്ടെന്തായാലും ഉണക്കി എടുത്തേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ ഞാൻ ഇച്ചിരി ഒരു ഡെറ്റാൾ ലേശം വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് കാണാനും നല്ല ഒരു ഇതാണ്, നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അതുപോലെ ഇപ്പോൾ ഈ ഉണക്ക് കാറ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല പൊടിയുണ്ട്. പിന്നെ ഇന്നിപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട എന്നൊക്കെ പറഞ്ഞും കൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അത് മാത്രമല്ല ഇന്ന് എനിക്ക് നല്ല ക്ഷീണം, നല്ല ഒരു മയക്കം പോലെയൊക്കെ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പുറത്താണെന്നുണ്ടെങ്കിൽ ഒത്തിരി പണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തൂത്തുവാരക്കുവാണെങ്കിൽ വിറക് പറക്കൽ, മടൽ എല്ലാം വെട്ടി പറക്കി വെക്കുക, പിന്നെ വീട്ടിനകം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ അധികം പണി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മയക്കം പോലെ തോന്നും. അപ്പോൾ ആ ഒരു മയക്കം പോലെ എനിക്കും ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ എവിടെയെങ്കിലും കിടന്നു പോയാൽ പിന്നെ അവിടെ തന്നെ കിടക്കും. ക്ഷീണം കാരണം ഉറങ്ങുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ഷീണം നമുക്ക് വിട്ടു മാറത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് നിന്നങ്ങ് ജോലിയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് അങ്ങ് തീർക്കണം എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് പറക്കിയിട്ട് പോയി. ഇനി അപ്പുറത്തെ അടുക്കളയിലും കിടക്കണം ഒത്തിരി പണി കാര്യങ്ങൾ. പിന്നെ നമ്മളിങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കും അറിയത്തില്ല. കാരണം വേറൊന്നുമല്ല, ഡെയിലി നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും സാധാരണ നമ്മളെ വീട്ടിലുള്ള ജോലി കാര്യങ്ങളൊക്കെയാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഇങ്ങനെയൊക്കെ എനിക്കിപ്പോൾ തൽക്കാലം പോകാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവർ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അതിൽ മിക്കുള്ള കമൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നതാണ് ഇത്തിരി മുമ്പേ. ഇപ്പോൾ പെട്ടെന്നാണ് ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സന്ധ്യ സമയമായിട്ടുണ്ട്. അന്നന്ന് നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ ആണല്ലോ ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതലേ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ എനിക്ക് ചോറ് വെക്കണം. പിന്നെ രാവിലെ മീൻ മേടിച്ചും കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ മീനും കൂടെയൊക്കെ ഒന്ന് വെക്കാനും എടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇന്നിപ്പോൾ എനിക്ക് എന്തോ ഒരു വയ്യായിക പോലെ. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് മൊത്തം വാരിയിട്ട് പോയി ഇനിയിപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി പറക്കിയൊക്കെ വെക്കണം. തറ തുടയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടി വീണ് കിടക്കുകയാണ് മണ്ടയിൽ. നമ്മൾ ഈ ഷീറ്റൊക്കെ നല്ല രീതിയിൽ ആ ഒരു നമ്മൾ ഇങ്ങനെ തുടയ്ക്കുന്ന സാധനം വെച്ചിട്ടുണ്ടല്ലോ, ബ്രഷ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ വലയടിച്ചപ്പോഴത്തേക്ക് തറ നിറച്ച് നല്ല പൊടിയുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു അടുക്കളയിൽ മൊത്തത്തിൽ സ്ലാബിൻ്റെ മുകൾ ഭാഗം മൊത്തം പാത്രങ്ങളെല്ലാം കഴുകി പറക്കി സ്ലാബിൻ്റെ മണ്ട നന്നായിട്ട് തുടച്ച് എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ നമ്മൾ ഇടുമ്പോഴത്തേക്ക് സ്പീഡ് കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പീഡ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം. അത് സ്പീഡ് കൂട്ടിയത് വേറൊന്നുമല്ല, ഒത്തിരി നമ്മളിൽ ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ഇങ്ങനെ നീട്ടിയെടുക്കുമല്ലോ. അതെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ വിറക് പറക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് മൊബൈൽ ഇവിടെ നമ്മൾ ഓണാക്കി വെച്ചിട്ട് പോയേ, വീഡിയോ എടുത്തിരാരും ആരും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഓണാക്കി വെച്ചിട്ട് ഞാൻ അങ്ങ് അറ്റത്ത് പോയി പിന്നെ ഇതെല്ലാം പറക്കി കൊണ്ട് വരുന്നത് വരെ ആ ഒരു വീഡിയോ ഇങ്ങനെ ഓണായി കിടക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങ് പോയിട്ട് ഇങ്ങ് വന്ന് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു വീഡിയോ അത്രയും അങ്ങ് സ്പീഡ് കൂട്ടിയിട്ട് അങ്ങ് ഇടാൻ, ഇനിയിപ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ.
പിന്നെ നമ്മളിപ്പോഴും തൂത്തുവാരി വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ഞാനൊന്ന് ഹാപ്പിനൊന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പുറത്തെ അടുക്കളയിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നല്ല പൊടി വീഴുന്നു. പൊടിയിലൊക്കെ നമ്മൾ ഈ തൂക്കുമ്പോഴത്തേക്ക് മൂക്കിൽ കൂടെയൊക്കെ പൊടി കയറും എടുക്കുകയൊക്കെ ചെയ്യും, കുഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് ഒരു ബഹളം കാണിച്ച് നമ്മൾ ഈ തൂക്കുമ്പോൾ ചൂലിൽ വന്ന് പിടിക്കുകയും അങ്ങനെയുള്ള പരാക്രമങ്ങൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല രസമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളിയും ബഹളങ്ങളും, നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് അത് മേടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് ഹാപ്പിയുടേതായിട്ടുള്ള. അങ്ങനെ ഹാപ്പിനെ ഇപ്പോഴും ഞാൻ അപ്പുറത്തെ അടുക്കളയിലാക്കി. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ തേച്ച് കഴുകുന്ന ഫ്രിഡ്ജിരിക്കുന്ന ഈ ഒരു അടുക്കള കംപ്ലീറ്റ് ഞാൻ വല അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വലയടിച്ച് അങ്ങനെ വൃത്തിയായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എൻ്റേതായിട്ടുള്ള ഒരു രീതിക്കൊക്കെ ഞാൻ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പുറത്തെ അടുക്കള ഉണ്ടല്ലോ, നമ്മൾ ചോറൊക്കെ വെക്കുന്ന അടുക്കള. അപ്പോൾ ആ ഒരു അടുക്കള എനിക്കൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു സ്ഥലം കൂടെ കാണിച്ചു തരാം. എനിക്കൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ലെന്ന്. നമ്മൾ ഈ ഒരു അടുക്കളയിലാണെങ്കിൽ ഈ ഒരു സൈഡിലൊരു അലമാര ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഗ്ലാസ്സുകളാണെങ്കിലും ഫ്ലാസ്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് ഉള്ള സാധനങ്ങളെല്ലാം പറക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതിനെ കൊണ്ട് ഞെരിക്കൊക്കെ നമ്മൾ വെച്ചിരിക്കുമല്ലോ, അങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വാരിപ്പിരുത്ത് വെച്ചിരിക്കുമല്ല, അടുക്കി ഒതുക്കി പറക്കി വെച്ചിരിക്കണം. അത്രയ്ക്കുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ. പിന്നെ വേറെ അങ്ങ് എനിക്ക് അതൊന്നും പറക്കി വെക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ചിലപ്പോൾ ഗ്ലാസ്സൊക്കെ തട്ടിയിടും. പിന്നെ അത് മാത്രമല്ല, മൺകപ്പ് ഉണ്ടല്ലോ, മുമ്പ് നമുക്ക് മൺകപ്പിൽ നമ്മൾ ചായ കുടിക്കുന്ന മൺകപ്പിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മൺകപ്പ് ഞാനെടുത്ത് അങ്ങ് സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഇവിടെ കിളിമാനൂർ ലാലൂർക്കാവിൽ ഉത്സവത്തിന് മുമ്പ് ഞാൻ മേടിച്ചതായിരുന്നേ. അപ്പോൾ അത് എനിക്ക് കാരണം എന്ന് വെച്ചാൽ ആ ഒരു കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് 4 കപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 4 കപ്പ് ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അടുത്തൊരു വീഡിയോയിലൊക്കെ കാണിക്കാം. പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു കണ്ടോ ഇല്ലേന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ തറയൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടാണ് ഹാപ്പിനെ തറ ഉണങ്ങിയതിന് ശേഷം വീട്ടിനകത്ത് കയറ്റിയത്. ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് അടുപ്പിൻ്റെ അടിയിലിരിക്കുന്ന ചൂട്ടും കൊതുമ്പും എല്ലാം പറക്കി ഇങ്ങ് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അടുക്കളയൊക്കെ മൊത്തത്തിൽ വൃത്തിയാക്കി. അപ്പോൾ ഇന്ന് എൻ്റെ പണി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 അടുക്കള വൃത്തിയാക്കലായിരുന്നു. 2 അടുക്കള എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്നത് അടുക്കളയിലാണല്ലോ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഇവിടുത്തെ നാട്ടുമാങ്ങ ഉണ്ടല്ലോ, നാട്ടുമാങ്ങ പായസം വെച്ചതാണ്. ഇത് ഞാനല്ല വെച്ചത്, നമ്മൾ അപ്പുറത്തെ മോളാണ് കേട്ടോ. അങ്ങനെ മോള് പായസം വെച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇത് കുടിച്ച് നോക്കിയിട്ടൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനെടുത്ത് ഒരു 1-2 സ്പൂണ് ഞാൻ കുടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതെന്തോ നമുക്ക് ഈ ഒരു മാങ്ങയുടെ ആ ഒരു മണവും ചെറിയൊരു പുളി എന്തായാലും കാണും കേട്ടോ. എന്ന് വെച്ചാൽ മാങ്ങ ചെറിയൊരു പുളി ഉള്ളതാണല്ലോ, അപ്പോൾ മാങ്ങയുടെ ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 2 ഗ്ലാസ്സിലായിട്ടൊക്കെ ഞാൻ ഒഴിച്ച് വെച്ച്. അപ്പോൾ നാട്ടുമാങ്ങ പായസം വെച്ച മോൻ എന്തായാലും കഴിക്കാത്തതിനെ കൊണ്ട് പിന്നെ എനിക്കും മോക്കും കൂടെ ആയിട്ടൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അവന് വേണ്ടെന്ന് പറഞ്ഞ്. ഇത് ഇന്നലെ കിട്ടിയതാണ്, പക്ഷേ ഞാനെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇന്നലെ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ 2 സ്പൂൺ കഴിച്ച് നോക്കിയിട്ടാണ് ഞാൻ അങ്ങെടുത്ത് വെച്ചിരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുറച്ചെടുത്ത് കറി വയ്ക്കാനായിട്ട് വെച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറും കറിയൊക്കെ വെക്കുന്നതൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് 2 അടുക്കളയൊക്കെ മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കി തറയൊക്കെ തൂത്ത് തുടച്ച് വന്നപ്പോൾ തന്നെ അങ്ങ് കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയും. പിന്നെ എനിക്കങ്ങ് ശ്വാസം കിട്ടാത്ത കണക്കങ്ങ് ആയിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങ് മതിയാക്കാം. എന്തായാലും വീട്ടിൽ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ ഇട്ട്. അപ്പോൾ ചോറും വെച്ച് പിന്നെ ഇന്ന് നമുക്ക് നമ്മളെ ചോറിൻ്റെ കൂടെ ഇവിടുത്തെ മത്തി കറി വെച്ചതുകൊണ്ട് അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ 2 സൈസിലുള്ള മാങ്ങ അച്ചാറും പിന്നെ മാമ്പഴ പുളിശ്ശേരി നമ്മളെ ഇവിടുത്തെ നാട്ടുമാങ്ങ ചേച്ചി കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെയൊക്കെ അപ്പുറത്തു നിന്നാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി അച്ചാറൊക്കെ കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ പായസം കൊണ്ട് തന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.